നമസ്കാരം ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം SB. അപ്പോൾ മറ്റൊരു സാറ്റർഡേ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ നമ്മുടെ വണ്ടിയുടെ സ്പീഡോമീറ്ററിൻ്റെ സെൻസർ അടിച്ചു പോയി. അപ്പോൾ സെൻസർ അടിച്ചു പോയപ്പോൾ നമ്മൾ നമ്മുടെ ജിഷ്ണുപ്രോ വർക്ക്ഷോപ്പിലേക്ക് ശരിയാക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ അവിടെ ഒരു കാഴ്ച കണ്ടു. അതായത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ, അതായത് എൻ്റെ കൂടെ ക്ലാസ്മേറ്റ് ആയിരുന്നു, പുള്ളിയുടെ സ്റ്റിക്കർ കട ഇവിടുത്തെ ഈ കോംപ്ലക്സ് തന്നെ ഉണ്ട്, ഈ വർക്ക്ഷോപ്പിൻ്റെ കോംപ്ലക്സ് തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ എൻ്റെ ഈ ബാക്കി കാണുന്ന ഈ വണ്ടി ഉണ്ടല്ലോ, അതായത് ഈ ട്രാവലർ, ഇതിനകത്ത് ഈ ഗ്രാഫിക്സ് ഉണ്ടോ? ഞാൻ എന്നോട് ചോദിച്ചു, എടാ ഈ ഗ്രാഫിക്സ് നീ എങ്ങനെ ചെയ്തു, ഗ്രാഫിക്സിൻ്റെ വർക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു. ഈ ബാക്കി നിങ്ങൾ നമ്മുടെ മിലൻ. അപ്പം ഇവൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റിക്കർ ഇവൻ ലെയർ വെച്ച് ചെയ്തതാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ സംഭവം വിശ്വസിച്ചില്ല. കാര്യം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? പക്ഷേ ഗൈസ്, നിങ്ങൾ ഇത് കണ്ടാൽ ഉറപ്പായിട്ടും ഞെട്ടും. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഒരു കലാകാരൻ്റെ കഴിവാണ്. മാനുവലി ഓരോ പീസും സ്റ്റിക്കറും വെട്ടി എടുത്തിട്ട് നിങ്ങൾ ഈ ബാക്കി കാണുന്ന പോലെ ഓരോന്ന് ലെയറായിട്ട് ഒട്ടിച്ച് രണ്ട് സൈഡും ഒരേപോലെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വർക്കിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് കണ്ടു നോക്കാം. ഗൈസ്, ഞാൻ പറഞ്ഞ ട്രാവലർ ഇതാണ്. ഇപ്പോൾ ഇവിടെ സ്റ്റിക്കർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഐ എം നോട്ട് ഓൾ, ഐ എം ക്ലാസിക് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളപ്പോൾ ഇവനെ ട്രോളിക്കൊണ്ടിരിക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ ഈ വർക്ക് കഴിഞ്ഞാണ് വന്നത്. ഞാൻ വന്നപ്പോൾ തന്നെ അവൻ ഈ ടെക്സ്റ്റ് ഒട്ടിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ഒരു ഗ്രാഫിക്സ് ഒക്കെ ചെയ്തിട്ട് ഇവനെക്കൊണ്ട് ടെക്സ്റ്റ് ഒട്ടിക്കാൻ വേണ്ടി വന്നായിരിക്കും ഓർത്തു. അപ്പോൾ ഇവിടെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് സംഭവം മനസ്സിലായത്. നിങ്ങൾ ഇത് കാണുന്നില്ലേ, ഇത് ഈ ബ്ലാക്ക് ഒരു ലെയർ, ഈ സിൽവർ ഒരു ലെയർ, അതുപോലെ ഈ ഓരോ സ്റ്റിക്കറും ഓരോ ലെയറാണ്. ഇതുണ്ടോ, സൈഡിൽ നോക്കി കുറച്ചുകൂടി കൃത്യമായിട്ട് കാണാൻ പറ്റും. അതുപോലെ അതിൻ്റെ മുകളിൽ ഈ ഓറഞ്ച് കൃത്യം ഗ്യാപ്പിൽ ഒരേ ലെവലിൽ ഒട്ടിച്ചേക്കുന്ന ഒരു കലാകാരൻ്റെ കഴിവ് നമ്മൾ സമ്മതിച്ച് കൊടുത്തേ പറ്റുള്ളൂ. സാധാരണ എല്ലാ ബസ്സുകൾക്കൊക്കെ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ നേരെ പ്രിൻ്റ് ചെയ്യും, അതെടുത്ത് ഒട്ടിക്കും. പക്ഷേ ഇതങ്ങനെയല്ല. ഇവ മാനുവലി ഇത്ര എഫർട്ടിട്ട് ഇത്രയും കൃത്യമായിട്ട് ചെയ്തിരിക്കുകയാണ്. കാരണം നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു മുകളിലത്തെ ഈ ഒരു സിൽവർ ബാഗ് ഒട്ടിച്ചാൽ തോന്നുന്നു ഈ പേപ്പർ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, നിങ്ങൾ നോക്കൂ, ഇതാണ് ഈ സൈഡിൽ നിന്നുള്ള വ്യൂ. നമുക്ക് ബാക്ക് കൂടെ പോയി അപ്പുറത്തെ വ്യൂ ഒന്ന് കണ്ടു നോക്കാം. ബാക്കിൽ ചിഹ്നമുള്ളത് മിലൻ പറഞ്ഞേ, എനിക്ക് പോകാൻ തിരക്കുള്ളതാണ്, ഞാനിപ്പോൾ പോവും. എന്നാൽ അത് ചെയ്ത സമയമില്ല, കാണാൻ സമയമില്ല. ഗൈസ്, നിങ്ങൾ ഇതാണോ ഇതിൻ്റെ ഓരോ ലെയറും മിലൻ കൃത്യമായിട്ട് വെട്ടി. അതുപോലെ തന്നെ ഈ ഓറഞ്ച് ആയിക്കോട്ടെ, ഈ ചെറിയ ഈ ഒരു പോർഷൻ, ഈ ഒരു കുഞ്ഞു പോർഷനൊക്കെ അപ്പുറം കണ്ട പോലെ തന്നെ ഇവിടെ ഇരിക്കുന്നു. നിങ്ങൾക്കിപ്പോൾ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുള്ളൂ. ഇത് പൊങ്ങിയിരുന്നു കുറച്ച്. ഇത്രയും പ്രിസൈസായിട്ട് ചെയ്തൊരു കലാകാരനെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ കാണുക. ഇപ്പോൾ നമ്മുടെ ഈ മോള് ഭാഗത്ത് ആ സിൽവർ ബാഗ് ഒട്ടിക്കാനൊക്കെ ഉണ്ട്. ഇവിടെ ടെക്സ്റ്റൊക്കെ വരാറുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലേക്ക് വല്ലതും ഉണ്ടോ, ചെയ്യാനുണ്ടോ? ആണോ എന്ന് ഈ വർക്ക് എന്ന് തരും? ഇന്നുകൊണ്ട് ഇന്നുമായിട്ട് തീരുമോ? രാത്രി തീരുമോ? ആണല്ലേ, രണ്ടാമത്തെ ദിവസമാണ് മിലൻ്റെ 2 ദിവസത്തെ വർക്കാണ് കേസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങോട്ടാ, ഇവനാണ് മിലൻ, എൻ്റെ സുഹൃത്താണ്, ക്ലാസ്മേറ്റാണ്. ഇവിടെ കോട്ടയം ജില്ലയിലെ ചേർപ്പുങ്കൽ എന്ന സ്ഥലത്ത് ഇവിടുത്തെ പമ്പിൻ്റെ ഓപ്പോസിറ്റാണ് ഇവൻ്റെ ഡിസൈൻസ് എന്ന് പറഞ്ഞ ഈ സ്റ്റിക്കർ ഷോപ്പ്. ഇപ്പോൾ എന്നെ കൊണ്ട് അത്യാവശ്യം ചെയ്യുന്ന ഇവിടെ നിന്നാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഈ ഒരു ട്രാവലറിൻ്റെ ഫ്രണ്ട് ഡോറിൻ്റെ ഭാഗത്ത് ഇനിയൊരു ബ്ലൂ ആൻഡ് സിൽവർ ഗ്രാഫിക്സ് അപ്പുറേ വരാറുണ്ട്. ഇതൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് ഈ ഒരു ചെറിയ പൊട്ടുകൾ പോലും അത്ര പ്രിസൈസായിട്ടാണ് മിലൻ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളത് കണ്ടേ പറ്റുള്ളൂ. അപ്പോൾ മിലൻ്റെ പാർട്ട്ണർ കം സഹചാരി കം പുള്ളിയോടെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഗ്ലാസ്സയിൽ. കുളമാക്കുവാണോ ബ്രോ? ഓഹോ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എന്താണെങ്കിലും ഞാൻ ഇവിടെ വന്നപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വർക്കൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ സമീപിക്കാം. എൻ്റെ ചാനൽ കണ്ടാൽ വരുമെന്ന് പറഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് പ്രത്യേക സമ്മാനങ്ങളും ഓഫേഴ്സും ഒക്കെയാണ്, അല്ലടാ? തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു വർക്ക് എന്നാ റേറ്റ് ആവൂടാ ഏകദേശം? ഓക്കെ. അപ്പം മിലൻ നമ്മുടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഫ്രണ്ടിലെ പോർഷൻ അല്ലേ? ഇത് ബാക്ക് ടോപ്പിൽ വരുന്നതല്ലേ? ഇതുകൊണ്ടോ ഗൈസ്, ഇത് പ്രിൻ്റ് എടുത്തിട്ട് ഇത് ഫ്രണ്ട് ടോപ്പിൽ വരും. ഇനി സിൽവറില്ലേ ആ സൈഡിലെ? ഇതൊക്കെ ഫ്രണ്ട് ബോണറ്റിനൊക്കെ വരുന്ന ഡിസൈൻ ആണോ? ഇത് മിലൻ നമ്മളിത് എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നത്? അത് നമ്മൾ ഡിസൈൻ സ്കെച്ച് വരച്ച് കമ്പ്യൂട്ടർ തന്നെ സ്കെച്ച് എല്ലാം വരച്ച് ഇതൊക്കെ നമ്മൾ കംപ്ലീറ്റ് വരച്ചെടുത്തേക്കുന്നത്. ആണോ? വരച്ചിട്ടല്ലേ ഡിസൈൻ ചെയ്യും. അതായത് കാണിക്കുക, ആദ്യം കസ്റ്റമർക്ക് നമ്മൾ സാമ്പിൾ ഫോട്ടോ കൊടുക്കും. മിലൻ നമ്മളെ സാമ്പിൾ ഒന്ന് കാണിക്കുവാണ് ഗൈസ്. ഈ ഒരു ടൈപ്പിൽ നമ്മൾ കസ്റ്റമർക്ക് നമ്മൾ സാമ്പിൾ ഫോട്ടോ കൊടുക്കും. നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് വെട്ടി സെറ്റാക്കും അല്ലേ? സാമ്പിൾ ഫോട്ടോ കൊടുത്തിട്ട് എന്നിട്ട് നമ്മൾ ഓരോ ലെയറും മെഷീനെ കയറ്റി ഇങ്ങനെ ഇതെല്ലാം ഡിസൈൻ ചെയ്യാം 1 by 1 ആയിട്ട്. അതെ 1 by 1 ആക്കി വരച്ചിട്ട് മാനുവലി വരയ്ക്കും അല്ലേ? വരച്ചിട്ട് മെഷീനിൽ കയറ്റി കട്ടി എടുക്കുന്നത് ഗൈസ്. അപ്പോൾ ആ വരയ്ക്കാനും പ്രത്യേക ഒരു കഴിവ് തന്നെ വേണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ദിവസം പണിയാണ്.
നല്ല പണിയല്ലേ? വണ്ടി വരുന്നതിന് 2 ദിവസം മുന്നേ ഡിസൈൻ എല്ലാം ചെയ്തിട്ടാണ് പിന്നെ വണ്ടിക്കാൻ ഡിസൈൻ കൊടുത്തിട്ട് ഓഹോ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് തന്നെ അടിക്കും. പിന്നെ പുള്ളി പറയുന്ന മാറ്റങ്ങളെല്ലാം മാറ്റി കളറൊക്കെ സെലക്ട് ചെയ്ത് എന്നിട്ടാണ് വണ്ടി കൊണ്ടിരുന്നത്. ഓഹോ ഇത് നൈസ് ആട്ടോ. അപ്പം എന്നാണെങ്കിലും വളരെ ഇതും ഇതേലേക്കുള്ളതാണോ ഈ ഒരു ഭാഗമൊക്കെ? ഇത് ഓണത്തിനൊക്കെ വരുന്ന ഡിസൈൻ ആണല്ലേ? ഗൈസ് അപ്പോൾ ഈ വണ്ടി ഫോട്ടോ എനിക്ക് അയച്ചു തരാം. ആണല്ലേ? ഞാനിപ്പോൾ വൈകിട്ട് കാണത്തില്ല അവിടെ, എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പോൾ ഗൈസ് ഈ വണ്ടി നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞ് കാണാൻ ഞാനും എക്സൈറ്റഡ് ആണ്. ശരിക്കും ഞാൻ പ്രിൻ്റഡ് ആണെന്ന് ഓർത്തത്, പ്രിൻറ്റിങ് ആണെന്ന് ഓർത്തത്, പക്ഷേ അങ്ങനെയല്ല. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് എന്തെങ്കിലും വർക്കൊക്കെ ഉണ്ടെങ്കിൽ മിലൻ്റെ കടയിൽ വരാം. പ്രിൻറ്റിങ്ങും ചെയ്യുന്നുണ്ടെന്ന് പറയുന്നല്ലേ? പ്രിൻ്റായിട്ടും ചെയ്യാൻ പറ്റും. അപ്പം പ്രിൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിൻ്റെ പൊക്കത്ത് ക്ലിയർ കോട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ പിന്നെ പെയിൻറ്റ് പെട്ടെന്ന് വീടാവും. ഓഹോ അങ്ങനെ. കസ്റ്റമർക്ക് അതനുസരിച്ച് ബഡ്ജറ്റ് കൂടിക്കൊണ്ടിരിക്കും. ഓഹോ ബഡ്ജറ്റുള്ള കസ്റ്റമറാണ് കുഴപ്പമില്ല. അല്ലാത്ത കേസ് നമ്മൾ ഇങ്ങനെ കൊടുക്കും അല്ലേ? ഇങ്ങനെ ഇതാകുമ്പോൾ പെട്ടെന്ന് കളർ വന്നിട്ടില്ല. ഓഹോ ഗൈസ് അപ്പം അതാണ് നമ്മുടെ മിലൻ്റെ ഞാൻ എന്നെ കണ്ടിട്ട് കിടുങ്ങിപ്പോയൊരു വർക്ക്. ഞാൻ കിടുങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നത്, മേ ബി അതുകൊണ്ടായിരിക്കും. ഇപ്പോൾ ഈ ബസ്സിനെയൊക്കെ നമ്മൾ കാണാറില്ലേ കൃത്യമായിട്ട് ഇങ്ങനെ പ്രിൻ്റ് എടുത്ത് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഇങ്ങനെ ഒരു കൃത്യമായിട്ട് വെട്ടിയെടുത്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇവൻ്റെ കുതിരപ്പുറം കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് സ്റ്റിക്കറൊക്കെ ഉണ്ടെങ്കിൽ ഇവൻ്റെ കടയിൽ വരിക. അപ്പോൾ ഇതിൻ്റെ പുറകിലാണ് നമ്മുടെ ജിഷ്ണു പ്രോ ഉള്ളത്. അപ്പോൾ തിരക്കായതുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നില്ല, എന്നാലും ഇതിനെപ്പറ്റി നമ്മൾ കൃത്യമായിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. നമുക്ക് ആ ഗ്യാരേജ് ഒന്ന് കണ്ടു നോക്കാം. ഹായ് ബ്രോ, നിങ്ങളത് കണ്ടില്ലേ? ഇവിടെ ഫുള്ള് വണ്ടികളാണ് സർവീസ് ചെയ്യാൻ വരുന്നത്. ഒരു ബീറ്റ്, ഒരു ഇന്നോവയുണ്ട്, ഒരു ലോഗൻ, പിന്നെ എൻ്റെ വണ്ടി, മറ്റൊരു i20, പിന്നെ അപ്പുറം ഓമിനി കിടപ്പുണ്ട്. അപ്പോൾ ഇവർ ഫുള്ള് നല്ല പണിക്കാരും നല്ല പണിയൊക്കെയാണ്. ഗൈസ് നമ്മുടെ അടുത്ത വീഡിയോയിൽ നമ്മൾ ജിഷ്ണുപ്രോയുടെ വർക്ക്ഷോപ്പ് കൊണ്ടിരുന്നതായിരിക്കും. അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ സമയം കിട്ടുന്ന പോലെ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും കണ്ടന്റും ഒക്കെ ആയിട്ട് വണ്ടി വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഞാൻ നിങ്ങളുടെ സ്വന്തം SB സൈനിങ് ഓഫ്.